السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ദുന്യാവിലും ആഖിറത്തിലും ഒരുപാട് ഗുണങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മഹത്തായ അമല്, ഇബാദത്തിനെ സംബന്ധിച്ചാണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുകയില്ല. കാരണം ദുന്യാവിൽ ജീവിത ലക്ഷ്യബോധമുള്ളവനും അതുപോലെ തന്നെ ഈ ലോകം വിട്ട് ഒരു യാത്രയുണ്ട്, എനിക്ക് അവിടെ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും മാത്രമേ ഇത് പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലാത്തവർ ഇതിൽ നിന്ന് കേട്ട് സമയം കഴിച്ചിട്ട് യാതൊരു ഉപകാരവുമില്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നമ്മൾ എല്ലാവരും വരാനിരിക്കുന്ന ജീവിതം സുരഭില സുന്ദരമാകണം, റാഹത്താകണം, സന്തോഷമാകണം. അവിടെ രക്ഷപ്പെടും. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനി ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സിനും അറിയുകയില്ല, ഒരു ശരീരത്തിനും അറിയുകയില്ല, എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല, കഴിഞ്ഞുപോയ യുഗത്തിലുള്ള ഒരൊറ്റ വ്യക്തിക്കും അറിയുകയില്ല, ഇനി ജനിക്കാൻ പോകുന്ന ഏതെല്ലാം ആളുകളുണ്ടോ അവർക്കും അറിയില്ല. മാ ഉഖ്ഫിയ ലഹും, അവർക്ക് വേണ്ടി മറച്ചു വെച്ച ഒന്ന് എന്താണ്? മിൻ ഖുർറത്തി അഅ്യുനി ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. മിൻ ഖുർറത്തി അഅ്യുനി, കണ്ണിന് കുളിർമയേകുന്ന, മനസ്സിന് കുളിർമയേകുന്ന പ്രതിഫലമായിട്ട് അവരുടെ പ്രവർത്തനത്തിന്റെ അനന്തരഫലമായി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് അറിയുകയില്ല. മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാലാ ഐനും റഅത്ത്, ഇതുവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, വലാ ഉദുനും സമഅത്ത്, ഇതുവരെ കാതുകൊണ്ട് നമ്മൾ കേട്ടിട്ടില്ല, വലാ ഖത്റുൻ അലാ ഖൽബി ബശരിൻ, ഒരൊറ്റ മനുഷ്യന്റെ കൽബിലും ഊഹിച്ചിട്ട് പോലുമില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടി പ്രയത്നിക്കണം. അതാണ് നമ്മൾക്ക് വേണ്ടത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് അവിടെ രക്ഷ വേണോ, ഇവിടെയും രക്ഷ വേണോ എങ്കിൽ ഈ അമല്, ഈ ഇബാദത്ത് നാം പതിവാക്കുക. എന്താണ്? നമ്മൾ രാത്രി കിടന്നുറങ്ങി സുഖമായ നിശയുടെ നിശബ്ദതയിൽ ഉറങ്ങി റാഹത്തായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയുടെ 2/3 കഴിഞ്ഞു കിടന്നാൽ നാം എഴുന്നേൽക്കണം. തൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഒരു മുനാജാത്തിന് വേണ്ടി എഴുന്നേൽക്കണം. തൻ്റെ ആവശ്യങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പറയണം. എന്തെല്ലാം ദുന്യവിയായ കാര്യമുണ്ടോ, ഉഖ്റവിയായ കാര്യമുണ്ടോ, എന്തെല്ലാം പരാതികളുണ്ടോ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, ആ റബ്ബിന്റെ മുമ്പിൽ വെക്കാൻ വേണ്ടി തയ്യാറായി കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടുന്ന, ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമുണ്ട്. ആ സമയം തെരഞ്ഞെടുത്തുകൊണ്ട് അതിലേക്ക് ഒരുങ്ങി നിൽക്കുക എന്നുള്ളതാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകളെ സംബന്ധിച്ച് പറയാം. തതജാഫാ ജുനൂബുഹും, അവരുടെ പാർശ്വങ്ങൾ ഇങ്ങോട്ട് ഉയരും. സുഖമായ നിശയുടെ നിശബ്ദതയിൽ സുന്ദരമായി ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ആ കിടക്കയിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ ഉയരുന്നതാണ്, പൊന്തുന്നതാണ്. അതാ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കും. യദ്ഊന റബ്ബഹും, അവരുടെ റബ്ബിനോട് അവർ പ്രാർത്ഥിക്കും. ഖൗഫൻ വതമഅ, ഭയപ്പെട്ടതായിട്ടും വളരെ അങ്ങേയറ്റത്തെ പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട്, ഭയപ്പാടുണ്ട്, ഭയന്നുകൊണ്ട്, അതുപോലെ തന്നെ അവന്റെ സ്വർഗത്തിനെ ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവ് ചെയ്യുന്നവരുമാണെന്നു അള്ളാഹ് പറയുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾക്ക് ഏറ്റവും അഫ്ളലായ ഒരു ശ്രേഷ്ഠമായ ഒരു അമല് എന്ന് പറയാൻ കാരണം. നിങ്ങൾ നോക്ക്, എന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചു. മാലാ ഐനുൻ റഅത്ത്, ഇതുവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. വലാ ഉദുനും സമഅത്ത്, ഇതുവരെ കാതുകൊണ്ട് കേട്ടിട്ടില്ല എന്നല്ല പറഞ്ഞത്. വലാ ഖത്റുൻ അലാ ഖൽബി ബശരിൻ, ഒരൊറ്റ മനുഷ്യന്റെ കൽബിൽ ഊഹിച്ചിട്ട് പോലുമില്ല. അങ്ങനത്തെ പ്രതിഫലത്തിന് വേണ്ടി തൻ്റെ റബ്ബിന്റെ ദർബാർ തുറന്നു വെക്കുന്ന സന്ദർഭം രാത്രി രാവിലെ 2/3 കഴിഞ്ഞാൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നു.
മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത് കാണിച്ച ഒരു മഹത്തായ ഇബാദത്ത് അമലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്? അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കിൽ നിന്നിട്ട് എഴുന്നേറ്റിട്ട് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ചെല്ലേണ്ടതൊക്കെ ചെല്ലിയിട്ട് പുറത്തുനിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്താ ചെല്ലാന്നൊന്നും ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം നമുക്ക് സമയം കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ എന്തായെന്ന് അറിയാം, തഹജ്ജുദ് എന്ന് പറയുന്ന മഹത്തേറിയ ഫർളാക്കപ്പെട്ട ആ നിസ്കാരങ്ങളിൽ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് തഹജ്ജുദ്. അത് നിസ്കരിക്കണം. അത് 2, 4, 6, 8 എങ്ങനെയൊക്കെ വിത്ര നിസ്കരിച്ചില്ലെങ്കിൽ വിത്രം കൂടെ നമുക്ക് അതിൽ ഉൾപ്പെടുത്തി നിസ്കരിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് കൊണ്ട് ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാണ്ട് കേട്ടോ. നമ്മൾക്ക് ആവശ്യമായത് മാത്രം പറയുന്നു. അപ്പോൾ ചെല്ലേണ്ട ദിക്റുകളൊക്കെ നിങ്ങൾ നമ്മൾ ചെല്ലണം. അത് ചൊല്ലി എഴുന്നേറ്റിട്ട് അള്ളാഹുവിൻ്റെ ആ ദർബാറിലേക്ക് കൈയുയർത്തി റബ്ബിലേക്ക് തിരിഞ്ഞെന്നുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ റബ്ബ ജബ്രായീൽ وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. വിദഗ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കാലഘട്ടം സത്യവും അസത്യവും കൂടി കുഴഞ്ഞു കിടക്കുമ്പോൾ സത്യം മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ പാതയിൽ മാത്രം അണിനിരക്കാനുള്ള ഉറപ്പിക്കാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറച്ചു നിർത്താനുള്ള ഒരു പ്രാർത്ഥനയും കൂടെയാണ് ഇത്. അല്ലാഹുമ്മ റബ്ബ ജബ്രായീല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റബ്ബെ, രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട മലക്കുകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീലിന്റെയും മീകായിലിന്റെയും റബ്ബെ, ഫാത്തിറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയുടെ ഉടമസ്ഥൻ. ഇതങ്ങോട്ട് പറയാണ്, ആകാശഭൂമിയുടെ ഉടമസ്ഥൻ. ആലിമുൽ ഗൈബി വശഹാദ, അദൃശ്യകാര്യങ്ങൾ സാക്ഷിയായിക്കൊണ്ട് നീ അറിയുന്നവൻ. ആലിമുൽ ഗൈബി വശഹാദ, നമ്മളൊക്കെ അദൃശ്യകാര്യങ്ങൾ അറിയുന്ന പോലെ അള്ളാഹ് അറിയും. അള്ളാഹ് സാക്ഷിയായിക്കൊണ്ടാണ് കാര്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നത്. അന്ത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, വിഭിന്നങ്ങളായ ഈ ജനങ്ങൾ, നിന്റെ അടിമകൾ പല വിധത്തിലുമായിക്കൊണ്ട് ഭിന്നിച്ചു പോയിരിക്കുന്നു. അന്ത തഹ്കുമു ബൈന ഇബാദിക, നിന്റെ അടിമകൾക്കിടയിൽ നീ വിധി പറയും. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവർ എന്തെല്ലാം ഭിന്നിച്ചോ അതിൽ നീ വിധി പറയും. അല്ലാഹുവേ, ഇന്നൊരുപാട് ബിദ്ഈ കക്ഷികൾ ഈ ലോകത്ത് ഉടലെടുത്തിട്ടുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതാണ് അതും പറഞ്ഞത് ശരി, ഇതും പറഞ്ഞത് ശരി, അതും പറഞ്ഞത് ശരി. എന്നാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ അടിയുറപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തിത്തരും. നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ എപ്പോഴാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നമ്മൾ ദുആഇൽ ഇഫ്തിതാഹിന് പകരം ഇത് ചെല്ലുക. ഇത് ചൊല്ലിയിട്ട് ഇഫ്തിതാഹിന്റെ ദുആ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയിരുന്നു എന്ന് കാണാം. ഇഹ്ദിനി, എന്നെ നീ ഹിദായത്തിലാക്കാം, നിന്റെ ഹക്കിൽ നിന്ന് പല ശരികളായി തിരിഞ്ഞുപോയി. ഇതിനിക്കാൻ നിന്റെ അനുമതി അനുസരിച്ചുകൊണ്ട് തന്നെ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, പക്ഷേ നീ ഉദ്ദേശിച്ചവനെ മാത്രമാണ് നീ ഹിദായത്ത് നൽകുക. അതുകൊണ്ട് എനിക്ക് നീ ഹിദായത്ത് നൽകണേ. ഈ പല പിഴച്ചതായ കക്ഷികൾ, പല വിഭാഗങ്ങൾ, കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, ഞങ്ങളെ സംഘടന, ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും ഉത്തമന്മാര് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആ ഒരു വിഭാഗത്തിൽ നിന്ന് പടച്ചവനെ നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ എന്നെ അടിയുറപ്പിച്ച് നിർത്തിത്തരണേ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുക. നമുക്ക് കഴിയുന്നതായ സൂറത്ത് നമ്മൾ ഓതുക, നിസ്കരിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക. എവിടേക്കും പോകേണ്ട സുഹൃത്തുക്കളെ. അവിടെ മണ്ടി, ഇവിടെ മണ്ടി, അവിടെ സദസ്സ്, ഇവിടെ നമ്മളുടെ കാര്യം പറയാം. റബ്ബിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞിട്ട് റബ്ബിൻ്റെ മുമ്പിലേക്ക് ദർബാറിലേക്ക് കൈയുയർത്തി നമ്മൾ പറയാം, കുറച്ച് ദിക്ർ കണ്ടിച്ചില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കുറേ അങ്ങോട്ട് ചൊല്ലി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം, നബിയുടെ മേലെ സ്വലാത്ത് ചൊല്ലി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഇസ്മുല്ലാഹ് ഉൾപ്പെട്ട ഒരു വചനമാണത്. ഇസ്മുല്ലാഹ് ഉൾപ്പെട്ട അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു ലാ ഇലാഹ നിരവധി തവണ ചൊല്ലി. എന്നിട്ട് അള്ളാഹുവിനോട് പറയാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാൻ ബദിഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യ് യാ ഖയ്യൂം. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ നിർത്തി വെക്കുക. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്,
നമ്മളുടെ ഏക അവലംബം ഈ പറഞ്ഞതിലുള്ള പൊരുൾ രാത്രിയുള്ള തഹജ്ജുദ് നിസ്കാരം എല്ലാവരും കറക്റ്റായി നിസ്കരിക്കാൻ നോക്കുക. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ആർക്ക് ബുദ്ധിമുട്ടും പ്രയാസമുള്ള ആർക്കാണ് കാര്യങ്ങൾ, അത് അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾക്കേ ഉള്ളൂ. അല്ലാത്തവർക്ക് ഇതെല്ലാം എളുപ്പമായിരിക്കും. സുഹൃത്തുക്കളെ, 3:30 എണീക്കണമെന്നേ ഉള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഒരു 4 മണി. ഇപ്പം 5:31 സുബഹിക്ക് പറഞ്ഞത്. ഇത് 4 മണിക്ക് എണീറ്റോളൂ, അല്ലെങ്കിൽ 3:30 എണീറ്റോളൂ. ഒരുപാട് സമയം ഉണ്ടാവും. കുറച്ച് ഖുർആനോദാനം അതുപോലെ ഈ സമയം ഉണ്ടല്ലോ, ഈ സമയം ഏറ്റവും വലിയ അഫ്ളലായ ശ്രേഷ്ഠമായ സമയമാണ്. അത് റബ്ബിനോട് ചോദിച്ചാൽ റബ്ബുൽ ഇസ്സത്ത് അത് ഒരിക്കലും അത് തടഞ്ഞു വെക്കുകയില്ല. അതൊരു ലോകമാന്യം കൂടി ഉൾപ്പെടാത്ത ഒരു അമലാണ് ഇത്. ആരും അറിയില്ലല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, അപ്പോൾ നമ്മൾ അതനുസരിച്ച് കൊണ്ട് ജീവിക്കുക. അപ്പോൾ 2 റക്അത്ത് 4 റക്അത്ത് നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഓതാം. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് കൂടി നമ്മൾക്ക് മനഃപ്പാഠമാക്കി അത് പ്രാർത്ഥിക്കാം. ഇനി ഇത് ഇല്ല നിൽക്കുക. എന്നാൽ നമ്മൾക്ക് സൂറത്ത് നമ്മൾ വജ്ഹത്തു ദുആ ഇഫ്തിതാഹ് വജ്ഹത്തു വജ്ഹി ലില്ലദീ ഫതറ, അതാണെങ്കിൽ അതങ്ങനെ ചെല്ലാം, കുഴപ്പമില്ല. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറു സമാവാതി വൽ അർളി വമൻ ഫീഹിൻ വലക്കൽ ഹംദു അൻത ഖയ്യൂമു സമാവാതി വൽ അർളി വമൻ ഫീഹിൻ അൻതൽ ഹഖ് വഅദുകൽ ഹഖ് وقولك الحق ولقاؤك الحق والجنة حق والنار حق والنبيون حق اللهم لك أسلمت وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت وإليك حاكمت فاغفر لما قدمت وما أخرت وما أسررت وما أعلنت أنت إلهي لا إله إلا أنت. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതും ദുആഇൽ ഇഫ്തിതാഹിന് പകരം മോദിയെന്ന് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളെ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അതുപോലെ തന്നെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി ആളുകളൊക്കെ ഉണ്ട്. രോഗം കൊണ്ട് പ്രയാസമുള്ളവരുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. അവർക്കെല്ലാം അവരുടെ ഓരോരുത്തരുടെയും ഹസബ് നസ്ബ് അറിയുന്നവൻ അവസ്ഥ അനുസരിച്ച് കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. റഹ്മാനായ റബ്ബ് നമ്മളുടെ ഈമാൻ ഖൽബിൽ പ്രകാശിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. സുഹൃത്തുക്കളെ, ഒരു മുഅ്മിനായ മനുഷ്യൻ മുഅ്മിനാണ് എന്ന് പറയുന്നത് അവിടെയാണ് ഫൈനൽ ലാസ്റ്റ് തീരുമാനം മരിക്കുന്ന സമയത്താണ്. അവിടെയാണ് ആ മനുഷ്യൻ മുഅ്മിനാണോ അതല്ല മുഅ്മിനാ അല്ലാതെയാണോ എന്ന് പോയത്. ഇപ്പം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ടാണല്ലോ അംബിയാ മുസ്ലിങ്ങൾ വരെ തവഫനി മുസ്ലിമൻ വൽഹഖ്നി ബിസ്വാലിഹീൻ, പഠിച്ചനെ മുസ്ലിമായി എന്നെ മരിപ്പിക്കണം, ആ മുഅ്മിനീങ്ങളോട് കൂടെ മുത്തഖീങ്ങളോട് കൂടെ സ്വാലിഹീങ്ങളോട് കൂടെ എന്നെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിച്ച് അവൻ്റെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്ന മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മളെ ബന്ധപ്പെട്ടവർ കൂട്ടുകുടുംബാദികളെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.